നാടക ടെലിവിഷൻ പ്രവർത്തകനായ രാധാകൃഷ്ണൻ കൂത്തുപറമ്പിന്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയ രണ്ടാമത് നാടക പ്രതിഭാ പുരസ്കാരത്തിന് മുഹമ്മദ് പേരാമ്പ്ര അർഹനായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂത്തുപറമ്പിന്റെ കലാസാംസ്കാരിക മേഖലയിൽ 50 വർഷത്തിലേറെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് കൂത്തുപറമ്പ് രാധാകൃഷ്ണൻ. നടനായും സംഘാടകനായും ഗായകനായും ഒരു തലമുറക്ക് വളരെ പരിചിതനായ അദ്ദേഹത്തിന്റെ സൗഹൃദ വലയം ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം പ്രസിദ്ധ അഭിനേത്രി നിലമ്പൂർ ആയിഷയ്ക്കായിരുന്നു സംഘാടക സമിതി അവാർഡ് കൊടുത്തത്. ഇപ്രാവശ്യം ഏറെ പ്രസിദ്ധനായ ഒരു നാടക പ്രവർത്തകനാണ് അവാർഡ് നൽകാൻ സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത്. മുഹമ്മദ് പേരാമ്പ്രയാണ് ഈ വർഷം ആ ഒരു ഭാഗ്യത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. മുഹമ്മദ് പേരാമ്പ്ര എന്ന് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും, കേരളത്തിലെ എല്ലാ പ്രദേശത്തിലെ ആളുകൾക്കും വളരെ സുപരിചിതനാണ്. നടൻ, പ്രഭാഷകൻ എന്ന നിലയിൽ വളരെ പ്രസിദ്ധനായ അദ്ദേഹം 2000-ലേറെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഒക്ടോബർ 27-ന് കൂത്തുപറമ്പ് സംഗീത സഭ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ജിനോ ജോസഫ് സമ്മാനിക്കും. നൂറ്റാണ്ടിലേറെ കാലം കൂത്തുപറമ്പിന്റെ കലാ സാംസ്കാരിക രംഗത്ത്, പ്രത്യേകിച്ച് നാടകരംഗത്തും മറ്റ് സംഗീത മേഖലയിലും നിറഞ്ഞാടി നമ്മിൽ നടന്നുപോയ രാധാകൃഷ്ണൻ കൂത്തുപറമ്പിന്റെ സ്മരണക്കായി കഴിഞ്ഞ വർഷം മുതൽ കൂത്തുപറമ്പ് സംയുക്ത കലാസമിതി ഏർപ്പെടുത്തിയിട്ടുള്ള നാടക പുരസ്കാരം ഇത്തവണ 2ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. രാധാകൃഷ്ണന്റെ സ്മരണക്കായി ഏകലോചനം എന്ന പേരിൽ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഏകാഭിനയ മത്സരം നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ N ധനഞ്ജയൻ, ജനറൽ കൺവീനർ വിനോദ് നരോത്ത്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വിജയൻ രാജകല, P രവീന്ദ്രൻ, T ഭരതൻ, N രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.